ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. പ്രകൃതി ഭംഗി കാണാം. അടുത്ത വീട്ടിലെ വാഴക്കൊലയാണ്. എന്നെ കണ്ട അനിയത്തിക്കുട്ടി കാണണേ ഓട്ടിക്ക് ചേച്ചി ഞങ്ങളുടെ വാഴപ്പഴമൊക്കെ വീഡിയോയിൽ കാണിച്ചോ, എല്ലാവരും കമ്പയർ വെക്കട്ടെ എന്ന് പറയും. അപ്പം നമ്മുടെ പ്രകൃതി വിശേഷങ്ങളാണ്. ഞാൻ ഉയരോട്ട് സ്റ്റെപ്പിലോട്ടൊന്ന് കയറാമെന്ന് വിചാരിച്ച്. നമ്മളിപ്പോൾ ലൈവൊക്കെ വരുന്നത് കൊണ്ട് കറക്റ്റ് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല. എല്ലാം ലൈവിലൂടെ കാണിക്കുന്നത് കൊണ്ട് വിശേഷങ്ങളൊന്നും കാണിക്കാൻ പറ്റുന്നില്ല. അപ്പം നിങ്ങൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണണം കേട്ടോ. ഒരു കുഞ്ഞു വിശേഷം. വൈകുന്നേരം ഇപ്പം ഞാനൊന്ന് ടെറസിലോട്ട് കയറി. ലൈവിലൂടെയൊക്കെ ഇതിപ്പോൾ കാണിക്കുന്നത് നമ്മളെ ഈ കിളികളെയൊക്കെ നിങ്ങൾ കണ്ടിട്ട് കുറേ ദിവസമായില്ലേ. അല്ലെങ്കിൽ നമ്മളെ പൂച്ചക്കുട്ടി നോക്ക്, പൂച്ച എന്തേ അങ്ങനെ കിടക്കുന്നത്? പൂച്ചയ്ക്ക് എന്നാ പറ്റി? ഉറങ്ങുന്നതാണോ? നമ്മളിപ്പോൾ മുകളിലോട്ട് താമസമായതിനു ശേഷം പൂച്ചകളൊക്കെ ഉയരോട്ടായി കേട്ടോ. നമ്മൾ താഴെയാണെങ്കിൽ അതുങ്ങളും താഴെ. എന്തോ അങ്ങനെ കിടക്കുന്നു. എന്ത് പറ്റിയപ്പം? എന്നെ കണ്ടിട്ട് ഒരു അനക്കവും ഇല്ലല്ലോ. മുള വന്നു ആർക്കും വേണ്ട. ചെല്ലക്കിളികളെല്ലാം എന്താ ഉണങ്ങി പഴുത്ത് നിൽക്കുന്നു. ഞാൻ പൊതുവെ ഉയരെ കയറാറില്ല, അതാണ് സത്യം. ഞാൻ പൊതുവെ ഉയരെ കയറാറില്ല. വീഡിയോ എടുക്കാൻ വേണ്ടി കയറുന്നൊരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് ഈ കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കയറുന്നതാണ്. പിന്നെ എന്തൊക്കെയുണ്ട്? നമ്മുടെ എന്തോന്ന് ഡ്രാഗൺ ഫ്രൂട്ട് ഇവിടെ കറിവേപ്പില നിൽക്കുന്നുണ്ട്. അത് ഞാൻ കാണിക്കുന്നില്ല. അതിനെങ്ങാനും പട്ടുപോയാൽ ചേട്ടൻ പറയും ഞാൻ വീഡിയോ എടുത്തിട്ടാണ് അത് പട്ടുപോയി. അടുത്ത പെരയിടത്തിലെ സൂര്യകാന്തി എന്ന് പറയും. സൂര്യകാന്തി തന്നെ. അടുത്ത പെരയിടത്തിലെ സൂര്യകാന്തി തന്നെ ഇത്. അങ്ങറ്റം വരെ സൂൺ ചെയ്ത് പിടിക്കുന്നുണ്ട്. സൂൺ മാറ്റം. നേരത്തെ ഒരു മഴ വന്ന് അങ്ങനെ അങ്ങ് പോയി കേട്ടോ. ചേമ്പ് ഇതൊക്കെ എല്ലാം മാറ്റി നട്ടേക്കുന്നു. ഇതിനിടയ്ക്ക് ഒരെണ്ണം കിട്ടി കേട്ടോ. കണ്ടപ്പോൾ കണ്ണിൽ കണ്ണാകുന്നവൾ അമ്പലപ്പുഴ കടവിൽ വച്ച്. ചെറിയ അവിടെ അനിയത്തിക്കുട്ടിയുടെ വീട്ടിൽ, എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള നമ്മുടെ നൈബർ അനിയത്തിക്കുട്ടിയുടെ വീട്ടിലെ മുല്ല കണ്ടോ? അവളറിയണ്ട നമുക്ക് വീഡിയോ എടുക്കാം. പൂ കാണാൻ പറ്റുന്നുണ്ടോ? നിറയെ പൂക്കും കേട്ടോ. സീസണായ നിറയെ പൂക്കും. അവളറിയാണ്ട് അവളെ വീട്ടിലെ വാഴപ്പഴവും ഒക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. നേരം ബാക്ക് ക്യാമറയല്ലേ കണ്ടുകൊണ്ടിരുന്നത്? ഇത്രയും നേരം ബാക്കിലെ ക്യാമറയല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്? അടുത്ത വീട്ടിലെ അനിയത്തിക്കുട്ടിയുടെ വാഴപ്പഴം കണ്ട്, അവളെ വീട്ടിലെ മുല്ല കണ്ട്, നമ്മുടെ വീട്ടിലെ കിളികളെ കണ്ടു. ടെറസിലോട്ട് കയറി. ഇപ്പം നമ്മൾ ഇതുണ്ടല്ലോ, ലൈവ് വരുന്നത് കൊണ്ട്, ഒക്കെ ലൈവിൽ കാണിക്കുന്നത് കൊണ്ട് നമ്മളിങ്ങനത്തെ വിശേഷമൊക്കെ കാണിച്ചിട്ട് കുറേ ദിവസമായി, വീഡിയോയിൽ കാണിച്ചിട്ട് കുറേ ദിവസമായി. നമ്മളെ കുറേ കിളികൾ കിടന്നു കേട്ടോ. എല്ലാം ചത്തുപോയാൽ എന്തോ കേട്ടോ. നിറയെ കിടന്നേന് ഇപ്പോൾ ഒന്നിനും കാണാനില്ല. ഈശോയെ, ഒക്കെ ചത്തുപോയോ എന്തൊരു പാടം. അപ്പോഴത്തേക്ക് അണ്ണാനുണ്ടല്ലോ, കമുകൊക്കെ ഇന്നാൾ ഞാൻ ലൈവ് കാണിച്ചപ്പോൾ സത്യം പറഞ്ഞ എൻ്റെ ഈശോയെ, ഞാൻ ലൈവ് കാണിച്ചപ്പോഴത്തേക്ക് കമുകിൻ്റെ കാര്യമൊക്കെ ഒരു മോൻ ചോദിച്ചു കേട്ടോ. കമുകുണ്ട്, പ്ലാവുണ്ട്, മാവുണ്ട്, പിന്നെ തെങ്ങുണ്ട്, നാളികേരമൊക്കെ ഉണ്ടെന്നൊക്കെ എന്നോട്. അപ്പം ഞാൻ കരുതിയേ കളി പറഞ്ഞതായിരിക്കുമെന്നു. പക്ഷെ കറക്റ്റ് ഞാൻ കമുകിനെ ഞാൻ ഇന്നാണ് ശ്രദ്ധിച്ചത് കേട്ടോ. അപ്പോൾ ലൈവ് കാണിച്ചപ്പോൾ ആ മക്കളത് കണ്ടിരിക്കും, എന്നിട്ട് ഞാനത് കണ്ടില്ല. ഇന്നിപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ അനിയത്തിക്കുട്ടിയുടെ വീട്ടിൽ തന്നെ കമുക് നിൽക്കുന്നു. കമുകും പാക്കും നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം.
നിങ്ങൾക്കും കാണിച്ചു തരാം. നമ്മുടെ പിച്ചിയെ അടുത്ത വീട്ടിലെ മുല്ലയെ ഞാൻ കാണിച്ചു. അപ്പം നമ്മളെ വീട്ടിലെ പിച്ചിയും കൂടെ കാണിച്ചു തരാം. അതിനെ ആരും കണ്ടില്ല എന്ന് പറയണ്ട. അപ്പം നമ്മുടെ വീട്ടിലെ പിച്ചിയും കൂടെ കാണിച്ചു തരാം. പ്രകൃതിയെ കണ്ടോ? പ്രകൃതി നേരത്തെ മഴയായിട്ടൊക്കെ മഴ വന്നു, പക്ഷേ എല്ലാം അങ്ങ് പോയി. ഫോണിന് ക്ലിയർ ഇല്ലേ? ഈ ക്യാമറയിൽ അഴുക്ക് പിടിച്ചിരിക്കുകയാണോ? എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും ബാക്ക് ക്യാമറ എടുത്ത് നമ്മുടെ കമുക്കിനെയും കൂടെ കാണിച്ചു തരാം. കമുക്ക് കണ്ടോ? ഇത് ഞാൻ കണ്ടില്ലായിരുന്നേ. ലൈവിലൂടെ ഞാനിത് കണ്ടില്ലായിരുന്നു. ഏതോ ഒരു മോൻ അത് കണ്ടു. കമുകുണ്ട്, ചേച്ചിയുടെ വീട്ടിൽ കമുകുണ്ട്, പ്ലാവുണ്ട്, മാവുണ്ട്, ചക്കയുണ്ട്, മാങ്ങയുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ സംഭവം ഞാൻ ഇന്നാണ് കണ്ടത്. ലൈവൊക്കെ വരുന്നുണ്ട്, യൂട്യൂബിലൊക്കെ കയറുന്നുണ്ട്. പ്രകൃതിയും കാണുന്നില്ല, അയൽവക്കക്കാരെയും ശ്രദ്ധിക്കുന്നില്ല, ബന്ധുക്കളെയും ശ്രദ്ധിക്കുന്നില്ല, ഒന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. അപ്പം ഞാൻ എൻ്റെ പിച്ചിയും കൂടെ കാണിച്ചു തരാം. പിച്ചിയേയും കൂടി കാണിച്ചു തരാം. ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. പിച്ചിയെ കാണാമോ? പിച്ചിയെ കണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. ഇതെൻ്റെ ഫേസ് കാണിക്കുന്നില്ല. ഒരു 5-6 മിനിറ്റുള്ള വീഡിയോ. നമ്മളിപ്പോൾ ലൈവ് വരുന്നതുകൊണ്ട് കറക്റ്റ് നമുക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല കേട്ടോ. ലൈവ് വരുന്നതുകൊണ്ട് കറക്റ്റ് വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. എന്ത് വല്ല വയ്യായികയാണോ? എടാ നിനക്ക് എന്തെങ്കിലും വയ്യായികയാണോ? എടാ എന്തുവാടാ? എന്ത് പറ്റിയടാ? എന്ത് പറ്റി? നിനക്ക് എന്തെങ്കിലും വയ്യായികയാണോ? പേടിച്ചോടല്ല, ഇങ്ങോട്ട് പോര്. എന്നെ കണ്ടത് പേടിച്ചു പോടി. എന്തോ ഒരു ക്ഷീണമുണ്ട്. ഇനി വല്ല ക്ഷീണമുണ്ട് കേട്ടോ. എന്താണാവോ? എന്ത് പറ്റി? അപ്പോൾ ഇതൊക്കെ തന്നെയാണ് വിശേഷം. എല്ലാവരും വീഡിയോ കാണുക.